വാർത്തകൾ വളച്ചൊടിച്ചുകൊണ്ട് ബിഗ് ബി മുരുകനും എത്തിയിരിക്കുന്നു. നമ്മുടെ അടുത്ത വളച്ചൊടിച്ച വാർത്ത ഒരു ഞെട്ടിക്കുന്ന വാർത്ത മാത്രമല്ല, ഒരു പൊട്ടിക്കുന്ന വാർത്ത കൂടിയാണ്. ശരിക്കുള്ളത് നോക്കാം. അയ്യോ, ആർക്കാണ് ഇത് കിട്ടാൻ പോണത്? CDPയിൽ നിന്ന് പുറത്താക്കിയ ആയിക്കരയിലെ മുൻ MLA അഡ്വക്കേറ്റ് രാമനുണ്ണിക്ക്. വാക്ക് മാത്രമുള്ള യുവനേതാവിന് തോക്ക് കിട്ടുമ്പോൾ എന്തൊക്കെ കാണിക്കും? പലതും കാണിക്കും. പക്ഷേ രാമനുണ്ണിക്ക് ആരെയോ പേടിയാണ്. രാമനുണ്ണി ആരെയാണ് പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? വെള്ളരിക്കാപട്ടണം അതിന് കാത്തിരിക്കുന്നു. ഇത് വളച്ചൊടിച്ച വാർത്തകളുമായി ബിഗ് ബി റേഡിയോ മാംഗോ. നാട്ടിലെങ്ങും പേടിക്കണം. രാവിലെ 10:30 മണിക്കാണ് ജില്ലാ കളക്ടറുമായുള്ള രാമനുണ്ണിയുടെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. സ്വയം രക്ഷയ്ക്കായി തോക്ക് കൈവശം വെക്കുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുന്നതിനായി ഇന്ത്യൻ ആംസ് ആക്ട് നിഷ്കർഷിക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ് ഈ കൂടിക്കാഴ്ച. വധഭീഷണി നിലനിൽക്കെ പോലീസ് സംരക്ഷണത്തിലായിരിക്കും രാമനുണ്ണി എത്തിച്ചേരുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ടൈറ്റ് ആവും ഞാൻ കരുതി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സി വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാർ? അതൊക്കെ മോശമല്ലേ? അത്രയും കാശ് നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ 40-50 രൂപ കൊടുത്താൽ പോരെ? ഉണ്ടല്ലോ അല്ലേ? പേടിക്കണ്ട, കാശൊന്നും കൊടുത്ത് ശീലം നിങ്ങൾക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതിനുള്ളതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ഇവിടെ ചാനലും വെള്ളമുള്ളൂ. അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തല്ലേ? ഇവിടെ നിർത്തിക്കോ ചേട്ടാ, ഇവിടെ നിർത്ത്. ഇവിടെ നിർത്ത്. ഇയാൾ എന്ത് പണി കാണിക്കുക? എന്താ പേര്? സുമേഷ് വെങ്ങാറ. സന്തോഷായി ഇവിടെ തന്നെ കൊണ്ട് നിർത്തിയതിന്. ഈ ടിവിക്കാരൊക്കെ എന്തെങ്കിലും ഉഷാറാവുള്ളൂ. എന്നെ ടിവിക്കാരല്ല. ഓ, സന്തോഷം. എവിടെയെങ്കിലും വെച്ച് കാണാം. ഇറങ്ങി സാറേ. അങ്ങോട്ട് മാറി നിൽക്കാൻ. നിങ്ങൾ ആള് പോട്ടെ. അങ്ങോട്ട് വഴിവിട്. പാർട്ടി ഉന്നയിച്ച കുറ്റങ്ങൾ സത്യമായതുകൊണ്ടാണോ താങ്കൾ ഇതുവരെ ഒന്നും പുറത്ത് പറയാതിരുന്നത്? ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ? സമയം താ, സാവകാശം താ, പറയണുണ്ട് വിശദമായിട്ട്. മാർഗെ ഈ തോക്ക് ലൈസൻസ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ മിസ്റ്റർ? അല്ലടോ, പബ്ലിക്കായിട്ട് ഒരു സ്റ്റണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇനിയൊരു കയ്യേറ്റ ശ്രമം ഉണ്ടായാൽ നിങ്ങൾ തോക്കെടുത്ത് ഉപയോഗിക്കൂ. എന്റെ തടി ഞാൻ തന്നെ നോക്കണ്ടേ ചന്ദ്ര? അല്ലെങ്കിൽ തന്നെ പോലെ ഉശിരുള്ള ഒരു അളിയൻ എനിക്ക് വേണമായിരുന്നു. അതൊരു ധൈര്യ. ഇതിപ്പോ എനിക്ക് കെട്ടാൻ പറ്റിയൊരു പെങ്ങള് തനിക്കില്ലല്ലോ. ശരിക്കൊരു വധശ്രമം താങ്കൾ ഭയക്കുന്നുണ്ടോ? കൊറേ നാള് കൂടെ കിടന്ന് രാപ്പിനി അറിഞ്ഞതല്ലേ. പാർട്ടിക്കാരനാവുമ്പോ ചത്ത രക്തസാക്ഷിയെങ്കിലും ആവാം. ഇപ്പൊ അതാണ് അവസ്ഥ. ഒരു സാക്ഷി പോലും ഉണ്ടാവില്ലടോ. എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. ജീവന് പേടിയുള്ള ഒരുത്തനും എന്റെ മുമ്പിലേക്ക് കയറി വരണ്ടെന്നുള്ളൊരു താക്കീത്. അതാണ് ഈ ലൈസൻസ്. സാർ, നിങ്ങൾ എന്താണ് സാർ ഇങ്ങനെ നിൽക്കുന്നത്? എനിക്ക് സുരക്ഷ തരൂ, വഴിയൊരുക്കൂ. സാർ, ഈ സിറ്റുവേഷനിൽ ഇതെന്തായാലും കോൺട്രവേഴ്ഷ്യൽ ആവും. പക്ഷേ പേപ്പേഴ്സൊക്കെ സപ്പോർട്ടീവാണ്. ഫോണിലൂടെയുള്ള ഭീഷണി തന്നെ ഉണ്ട് 12 FIR. പിന്നെ കാറ് തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനുണ്ട് 2 മോറോവർ അച്ഛൻ രക്തസാക്ഷിയാണെന്നുള്ളതും ഒരു പ്ലസ്സാണ്. റെക്കോർഡ്സിൽ എങ്ങനെയുണ്ടോ രക്തസാക്ഷി? ഇല്ല, അതില്ല. കൊല്ലപ്പെട്ടു. അതെ. ഓക്കെ മിസ്റ്റർ രാമനുണ്ണി, ഉച്ചയോടുകൂടി ലൈസൻസ് ഇഷ്യൂ ചെയ്യും. അതിനുശേഷം തോക്ക് കൈപ്പറ്റാം. ഓക്കെ, താങ്ക് യു സർ. കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട യുവ MLA രാമനുണ്ണിക്ക് വധഭീഷണി നിലനിൽക്കുന്നതിനെ തുടർന്ന് ആത്മരക്ഷാർത്ഥം തോക്ക് കൈവശം വെക്കുന്നതിനുള്ള ലൈസൻസ് പാലക്കാട് ജില്ലാ കളക്ടർ അനുവദിച്ചു നൽകി. റിവോൾവർ ഇനത്തിൽ വരുന്ന കൈത്തോക്കിനാണ് ലൈസൻസ് അനുവദിച്ചതെന്ന് അധികാരികൾ അറിയിച്ചു. ഇതിനിടെ രാമനുണ്ണി എതിർചേരിയായ NSPയിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് NSPയുടെ സംസ്ഥാന അധ്യക്ഷൻ സാഗർ നാഗമ്പടം രാമനുണ്ണിയുമായി ഇന്ന് TVയിൽ കൂടിക്കാഴ്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന ഇരുവരും വെറും സൗഹൃദ സംഭാഷണം എന്നാണ് ചർച്ചയെ വിശേഷിപ്പിച്ചത്. ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാം പുറകെ അറിയിക്കാം. ശരി എന്നാ. നമസ്കാരം.
നിന്നോടാ പറഞ്ഞത് നിർത്താൻ. ഞാൻ നിർത്താനാ പറഞ്ഞത്. ഞാൻ എന്ത് പോകരുത്തരമായി കാണിക്കുന്നേ? ഇത് രാമനുണ്ണിയുടെ മാത്രമല്ല, രാഗിണി സഖാവിന്റെ കൂടി വീടാ. നിങ്ങൾ എറിഞ്ഞോടാ, ഇത് രാമനുണ്ണിയുടെ വീടാ. രാമനുണ്ണിയും NSPയുടെ നേതാക്കളും ഇന്ന് TVയിൽ കൂടിക്കാഴ്ച നടത്തിയല്ലോ. എന്താണ് മാഡത്തിന്റെ പ്രതികരണം? സ്വന്തം അച്ഛന്റെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചവനാണവൻ. എന്റെ ഗർഭപാത്രത്തെ അപമാനിച്ചവൻ, പാർട്ടിയെ ചതിച്ച വർഗവഞ്ചകൻ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരെ NSPയുടെ സ്ഥാനാർത്ഥിയായി രാമനുണ്ണി തന്നെ മത്സരിക്കാനുള്ള സാധ്യത ഏറി വരികയാണ് എന്ന് പറയുന്നു. വർഗവഞ്ചകരെ മുഖം നോക്കാതെ, രക്തബന്ധം പോലും നോക്കാതെ എതിരിട്ട പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്. രാമനുണ്ണിയാണ് NSP സ്ഥാനാർത്ഥിയെങ്കിൽ ആ രാഷ്ട്രീയ ഹിജടയ്ക്കെതിരെ പ്രവർത്തിക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ടാവും ഈ ഞാൻ. എന്തായാലും ആയിക്കരയിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുമെന്ന കാര്യം ഉറപ്പാണ്. രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി എന്തായി തീരും? ഏതാ സാറേ ഈ കുറഞ്ഞതല്ല? എന്നെ പെറ്റ എന്റെ സ്വന്തം തള്ളയാടോ. അയ്യോ സോറി സാറേ, അറിയില്ലായിരുന്നതാ. സാരില്ലട്ടാ. വേനച്ചോ? അയ്യോ ഇല്ല സാറേ. ഇല്ലേ? ഇപ്പൊ കുറച്ച് വേന എടുക്കുന്നുണ്ട് സാറേ. ആ നല്ല കുട്ടി. ഇണ്ടിക്കോ തൽക്കാലം അതെങ്കിൽ അത് ഓടിക്കാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ചെക്കനെ കൂടെ പറഞ്ഞു വിടണേ. കൂടെ ഒരു 50 റുപ്യ. കാശിന് കാശ് തന്നെ വേണ്ട റൗത്തരെ. പൊളിറ്റിക്സ് അല്ലേ വീട്ടിൽ നിന്നുകൊണ്ട് ചിലവാക്കാൻ പറ്റുമോ? ബാറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയ്ക്ക് ടൈറ്റ് വന്നിട്ടില്ലെന്നേ. ഇതിപ്പോ കുരങ്ങൻ ആ പൂരിതലായിപ്പോയി. എന്ത് ഉറപ്പിക്കാനൊന്നുമില്ല. ബൈ ഇലക്ഷന് രാമനുണ്ണി തന്നെ. രാമനുണ്ണി സാർ തന്നെയാണ് NSPയുടെ കാൻഡിഡേറ്റ്. അതൊക്കെ പറയേണ്ടവർ പറയേണ്ടപ്പോൾ പറഞ്ഞോളും. താൻ കണ്ണും കൂട്ടി കാശിറക്കറാവത്രേ. എന്തെന്ന്? ജയ് ഹിന്ദ്. നമസ്കാരം, ഞാൻ TC തോമസ് ചാക്കോ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാ. 9-ൽ 1. അയ്യോ അതല്ല, 9 ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിലൊരാൾ. ഓ, സാഗർ സാറ് ഡെപ്യൂട്ടി ചെയ്താണ്. ഈ NSPയുടെ രീതികളൊക്കെ സാറിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. പാപ്പാന്റെ റോളാണ് എനിക്ക്. സാറ് അനുസരണക്കേടൊന്നും കാണിക്കല്ലേ. TC, ഓ നമുക്ക് ഈ സാറ് വിളി അങ്ങോട്ട് ഒഴിവാക്കാം. ഈ പാർട്ടിയിലെ സാറേ വിളിയൊക്കെ ആപേക്ഷിക്കുകയാണ് സാറേ. മേളിലേക്ക് വന്ന അല്ലെങ്കിൽ വരാനുള്ളൊരു സാധ്യത തെളിഞ്ഞ അപ്പൊ തുടങ്ങും സാറേ വിളി. അല്ലെങ്കിൽ പിന്നെ ഈ മോനെ കുട്ടാ പൊട്ടാന്നൊക്കെ ആയിരിക്കും. അപ്പോ വിളി എപ്പോ വേണമെങ്കിലും മാറാം. പേടിക്കണ്ട, തന്തയ്ക്ക് വിളി ഉണ്ടാവില്ല. അഹിംസ അഹിംസ. കൊള്ളാം, ഇത് വേണം. ഈ ചിരി വേണം എപ്പോഴും മുഖത്ത്. ആ സ്ഥിരം കോൺസ്റ്റിപ്പേഷൻ പിടിച്ച ഭാവം ഇന്ന് മുതൽ അത് വേണ്ട. സാറേ അളവൊക്കെ ഓക്കെ അല്ലേ? എന്നാ ഞാൻ പോട്ടെ. ഓ ടീച്ചറെ കഥ പറ. അത് എന്താ സാറേ? ഇതൊക്കെ വേണം. വേണം. നീ പോയിക്കോ, മജുനോട് ഒന്ന് വിളിക്കാൻ പറ. പറയാം സാർ. നല്ല ഐശ്വര്യമായിട്ടുണ്ട്. പാഠം 1: മനസ്സിലില്ലാത്തത് മുഖത്ത് വേണം, മനസ്സിലുള്ളത് മുഖത്ത് വരാനേ പാടില്ല. എത്ര മണിക്കാ കോർ കമ്മിറ്റി മീറ്റിംഗ്? മീറ്റിംഗ് 10 മണിക്കാണ്. പക്ഷെ സാറ് 10:30 എത്താവും. പ്രസക്തി കൂടും. ഓ, പാഠം 2 അല്ലേ? കറക്റ്റ്. എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. ദുശീലം വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. അടി കമ്മ്യൂണിസം. മജീദ പറ. അതെ, 55 രൂപയാണ്. 35 ചിക്കനും 20 മട്ടനും. ഓ,
ഇതിലങ്ങനെ ലാഭം നോക്കണ്ട മജീദ്. ഇത് കോർ കമ്മിറ്റി മീറ്റിംഗ് അല്ലേ? ആ, ജില്ലാ കൺവെൻഷനാണ് വരാൻ പോകുന്നത്. അതിന് 2500. ആ ആ ആ ശരി ശരി, വെച്ച വെച്ച. ഓ ഓ, ഈ കോർ കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. സാഗർ സാർ എടുക്കുന്ന തീരുമാനമാണ് തീരുമാനം. ഉദയഭാനുവിനെ ഒന്ന് ഒതുക്കുക എന്നുള്ളതും സാഗർ സാറിൻ്റെ ഒരു അജണ്ടയാണ്. എന്താ നിന്റെ പേര്? പുഷ്പൻ. നീ റാവുത്തറുടെ കൂടെ ഇപ്പം എത്ര നാളായി? ഒരു 6 വർഷമായി. നിനക്ക് രാഷ്ട്രീയമുണ്ടോ? ഇതുവരെ ഇല്ല സാർ. ആ, അത് നന്നായി. അങ്ങനെ തന്നെ വേണം. നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കണം കേട്ടോ. ശരി സാർ. അതെന്തിനാ നാട്ടുകാരെ പ്രാക്ക് മേടിച്ച് കൂട്ടുന്നത്? എന്തൊരു കോമഡിയാന്ന് നോക്കിയേ. കഴിഞ്ഞ ഇലക്ഷന് രാമനുണ്ണിയോട് തോറ്റ ഉദയഭാനു ഈ ബൈ ഇലക്ഷന് രാമനുണ്ണിക്ക് വേണ്ടി വോട്ട് പിടിക്കും. എന്തല്ലേ നന്നായി. അത് നാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. ആ, നേരെ നോക്കി ഓടിക്കും. ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ആലോചന മാത്രമാണിത്. പാലക്കാട്ട് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഉദയഭാനു ആദ്യം സംസാരിക്കട്ടെ. ഇത് ഞാനൊരു അലങ്കാരത്തിന് കൊണ്ടു നടക്കണതല്ല. ജില്ലയിൽ പാർട്ടി പിടിച്ചു നിർത്താൻ ഞാൻ നടത്തിയ ദുർനടപ്പിന് എനിക്ക് കിട്ടിയ സമ്മാന. ഉടുക്കണ വെള്ളയില് ചളിയും ചോരയും പുറല്ലാണ്ട് നോക്കണ നിങ്ങളുടെ ഒന്നും അഹിംസ ഉണ്ടല്ല. ജീവൻ പോലും നോക്കാണ്ട് നേർക്ക് നേരെ അടിച്ചു നിന്നിട്ടാ ഈ ഉദയഭാനു ജില്ലയിൽ പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയത്. കാശും കള്ളും കൊടുത്ത് ആളെ വിട്ട് ചെയ്യിച്ചിട്ടില്ല, ഒന്നും നേർക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഈ കൈകൊണ്ട് കേട്ടാ പേടിക്കണ പലതും. എന്റെ ഒരു കാല് പോയപ്പോ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞൊരു പലരും ഉണ്ട് ഇവിടെ. പക്ഷെ അത് എന്റെ തല പോകാഞ്ഞതിലുള്ള സങ്കടം കൊണ്ടായിരുന്നു എന്ന് പിന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു മതില് ബുക്ക് ചെയ്യാനോ പോസ്റ്റർ ഒട്ടിക്കാനോ എന്തിന് റോട്ടുമല്ല ഇറങ്ങി നിന്ന് 2 വാക്ക് സംസാരിക്കാനോ പോലും ഈ സഖാക്കൾ സമ്മതിക്കാതിരുന്ന ഒരു കാലത്തുനിന്നാണ് 2 ലക്ഷം പേരെ നിരത്തി നിർത്തി ജില്ലാ സമ്മേളനം നടത്താവുന്ന ഒരു ലെവലിലേക്ക് ഞാനിതെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത്. ഭാനു, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. വടക്കോട്ട്, അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, തൂര്യോനെ ചുമന്ന ചുമന്നോന് നാറുന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നെ കൊണ്ട് ഈ രാമനുണ്ണിയെ ചൊമ്പിക്കാനുള്ള ബുദ്ധി ഈടെ ആരുടെ ആണെങ്കിലും പ്രസിഡന്റ്, ഞാൻ പറയാ അത് വെറുതെയാ. നമസ്കാരം സഖാവേ. അയ്യോ ക്ഷമിക്കണം, ശീലക്കേടിന്റെ പ്രശ്നം ഇനി ഉണ്ടാവില്ലേ സാർ, ഉറപ്പ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ തവണ വെറും 1400 വോട്ടിനാണ് ഞാൻ ഈ സഖാവ് രാമനുണ്ണിയോട് തോറ്റത്. ഇത്തവണ CDP ആരെ നിർത്തിയാലും മിനിമം 10,000 വോട്ടിനെങ്കിലും ഞാൻ ജയിക്കും എന്നുള്ളത് ഉറപ്പാ. ഭാനുവിന്റെ യോഗ്യത അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചർച്ച മാത്രമാണ്. പ്രസിഡന്റ്, ചർച്ച എന്ത് ഇമേജാന്ന് ഈ രാമനുണ്ണിക്ക് മണ്ഡലത്തിലുള്ളത്? വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വക്കീലാക്കി MLA ആക്കിയ പാർട്ടിയെ തന്നെ ചതിച്ചാളാ. ഓരോ തന്നെ അമ്മന്റെ ഭാഷയിൽ പറഞ്ഞാല് വർഗവഞ്ചകൻ. നിന്ന പച്ച തൊടുവോ? പിന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ തള്ളവരലുമ്മ കുത്തി നിന്ന് ഈ രാമനുണ്ണിക്കെതിരെ വർക്ക് ചെയ്ത പ്രവർത്തകരോട് ഇത്തവണ നിങ്ങൾ രാമനുണ്ണിക്ക് വേണ്ടി വർക്ക് ചെയ്തളാ, ഇതൊക്കെ രാഷ്ട്രീയല്ലടോ, എല്ലാം മറന്നുകളാന്നുള്ള ഒലക്കമ്മലത്തെ ന്യായം പറയാൻ നിങ്ങൾക്ക് പറ്റും, എനിക്ക് പറ്റൂല. നമ്മുടെ ഭാനു സാറിൻ്റെ സങ്കടം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലുണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കഞ്ഞിയില്ലാണ്ടിരിക്കുമ്പോൾ വന്നു കയറിയവന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചാൽ ആർക്കായാലും സങ്കടം ഉണ്ടാവും, അതിൽ തർക്കമില്ല. പക്ഷെ സാർ, ഞാൻ ബിരിയാണി ചോദിച്ചിട്ടുമില്ല, എനിക്കത് തരാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതാണ്. ഞാനിവിടെ ഒരു അഭ്യർത്ഥിയല്ല. സംസാരിക്കുമ്പോൾ ആ പരിഗണന എനിക്ക് കിട്ടണം. ഇനി ഞാൻ CDP ചതിച്ച കഥ. ഞാൻ പഠിച്ചത് ഒരു സർക്കാർ മലയാളം മീഡിയം സ്കൂളിലാണ്. എൻ്റെ അമ്മ ബീഡി തീർത്ത് കിട്ടിയ കാശിന്ന് പാർട്ടിയുടെ ലെവിയും അടച്ച് മിച്ചം വന്ന കാശുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. വക്കീലായി എൻറോൾ ചെയ്യാൻ കോട്ടും ഗൗണൊക്കെ വാങ്ങിച്ചത് ബീഡി തൊഴിലാളി സഹകരണ സംഘത്തിൽ നിന്ന് എൻ്റെ അമ്മ ലോൺ എടുത്ത 10,000 രൂപ കൊണ്ടാ. പിന്നെ പാർട്ടി മത്സരിക്കാൻ സീറ്റ് തന്നത് അതെന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല.
ആണ്ടുതോറും സഖാവ് രാഘവൻ രക്തസാക്ഷി ദിനം കൊണ്ടാടുന്ന മണ്ണില് ആ രക്തസാക്ഷിയുടെ മകന് മറ്റാരേക്കാളും വിജയസാധ്യത ഉള്ളതുകൊണ്ടാണ്. മണ്ഡലത്തിലെ ആ വികാരമാണ് ബാനിസാറിന് 1400 വോട്ടിന് തോൽപ്പിച്ചതും എന്നെ ജയിപ്പിച്ചതും. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ബാനിസാറിന് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ബാനിസാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ അച്ഛൻ CDPയുടെ രക്തസാക്ഷിയായത് ഈ പാർട്ടിയിലെ ആളുകളുടെ കൈകൊണ്ടാണ്. എന്നിട്ടും ഈ പാർട്ടിയിലെ കതറിട്ടെന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്തത് ഇത് ഇന്നത്തെ രാഷ്ട്രീയമാണ്. അതിലൊരു തെറ്റൂല എന്നുള്ള എൻ്റെ വിശ്വാസമാണ്. ജയ് ഹിന്ദ്. മതി. ഉദയഭാനു തീരുമാനമൊന്നും എടുത്തില്ലല്ലോ. തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ നിങ്ങൾ മീറ്റിംഗ് തുടങ്ങിയത്. കൈയടിക്കാൻ കൂടുന്നില്ല എന്നേ ഉള്ളൂ. ശരി സാർ. ശരി ശരി. ഓ നന്നായിരുന്നു. തന്റെ കോച്ചിങ് ആയിരുന്നല്ലേ? സാർ ഒരു കാര്യം ഏൽപ്പിച്ചാ ഞാനത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാവും തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി. ഈ പുറത്ത് പ്രസംഗിക്കുമ്പോഴും പാർട്ടി യോഗങ്ങളിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. മലയാളം മീഡിയം സ്കൂള്, തന്റെ അമ്മയുടെ വീട് തെറുപ്പ്. സാർ അത് കുറച്ചുകൂടെ സഭ്യമാക്കി പറയാമോ? കേട്ടിട്ട് തെറി പറയാണോ എന്നൊരു തോന്നുന്നു. അപ്പൊ തന്റെ അമ്മയുടെ ജോലിയായ ബീഡി തെറുപ്പ്, സഹകരണ സംഘത്തിന്റെ വായ്പ, ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഇമോഷണൽ ആവാം, കണ്ണൊക്കെ നിറയണം. സാർ അത് ഞാൻ പൊട്ടിക്കരഞ്ഞിരിക്കും. വെരി ഗുഡ്, നന്നായി. എന്തും നമുക്ക് ഓട്ടാക്കണം, എന്തും. നെഞ്ചത്തടിച്ച് കരയണം വേണ്ട. നാട്ടുകാരെ ചിരിപ്പിക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. വാ, കുറെ കാര്യങ്ങളുണ്ട്, വാ. പോയി നോക്കാം. മാധവൻ സാറല്ലേ? അച്ഛാ, യു വൺ. കേറി വന്നോളൂ. നമസ്കാരം. ഞാൻ എനിക്കൊരു കുപ്പി വോഡ്കയും കൊണ്ടാ വന്നിരിക്കുന്നത്. അയ്യോ സോറി, അറിയില്ലായിരുന്നു. വാങ്ങിപ്പിക്കാം. ഏയ്, നിങ്ങളിപ്പോ വന്നതുകൊണ്ട് അച്ഛനൊരു കുപ്പി വോഡ്ക കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. ഒരു ബെറ്റ്. കോളംനിസ്റ്റ് ആണല്ലോ, ആലങ്കാരികമായി പറഞ്ഞതാ. ഒരാഴ്ച മുമ്പാ താൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ. ഇന്ന് രാത്രി 8 മണിയായിരുന്നു ഡെഡ് ലൈൻ. അതിനു മുമ്പ് താൻ എത്തി. നോക്ക്. എനിക്കൊരു കുപ്പി വോഡ്ക നഷ്ടം. നോക്കുന്ന ഒരു കൈ ഏതാ? സിൽവർ. അല്ല, സാർ എന്ന് മുതൽ തുടങ്ങി അതീന്ദ്രിയം പ്രാക്ടീസ് ചെയ്യാൻ? എടോ, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കൊല്ലം 18ആയി. അതിനുശേഷം പലരും പുറത്തായി. അവരൊക്കെ പുറത്തായി ഒരാഴ്ചക്കുള്ളിൽ എന്നെ ഒന്ന് കണ്ടിട്ടുമുണ്ട്. പോരെ അതീന്ദ്രിയത്തിൻ്റെ കുട്ടൻസ്. ആ പട്ടികയിൽ എന്നെ പെടുത്തണ്ട സാർ. ഒരേ തൂവൽ പക്ഷി എന്ന നിലയ്ക്ക് വന്നതല്ല. ഒരുപാട് വായനക്കാരുള്ള കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനൊക്കെ അല്ലേ സാർ. സഹായം തേടി വന്നതാ. എഴുതുമ്പോൾ തടുക്കാൻ പറ്റുന്ന അടി എനിക്ക് തരാവൂ. അടിയോ? എന്തായിരുന്നു ഈ പുറത്താക്കാൻ മാത്രമുള്ള ഇഷ്യൂ? ആശയപരം അല്ല, കായികപരം. എന്ത് പാർട്ടി നയമായാലും ആ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് സബ്ജക്ട് കമ്മിറ്റി മീറ്റിംഗിൽ ഞാൻ കൈവക്കാതിരുന്നത്. പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, അതിനുവേണ്ടി കൈവക്കാനാണ് നിന്നെ അങ്ങോട്ട് വിട്ടത്. നിന്റെ തെറ്റിന് ശരിക്കും ഒപ്പം നീ നിന്റെ വീട്ടിൽ കയറി കൈവക്കാൻ മതി. ഈ ജില്ലയിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വണ്ടി ഇടിച്ച് മരിക്കുന്ന പോലെയാ. നോക്കിയും കണ്ടും നടന്നില്ല പറ്റുന്നൊരു അപകടം. അതിന് പാർട്ടി കൊടുക്കുന്നൊരു കോമ്പൻസേഷൻ ഉണ്ട്. വായനശാലയ്ക്കോ സമ്മേളന പന്തലിനൊക്കെ രക്തസാക്ഷിന്റെ പേരിടും. നിനക്ക് കിട്ടിയ കോമ്പൻസേഷൻ ഒരുപാട് വലുതാ, അസംബ്ലി സീറ്റ്. അതുകൊണ്ട് കൂടുതൽ സിദ്ധാന്തമൊന്നും ഇങ്ങോട്ട് സപ്ലൈ ചെയ്യണ്ട. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം
ഇരുട്ടത്താരുടെയോ കത്തിക്ക് തീർന്നുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. പാർട്ടിയിൽ ഇപ്പൊ റേഷനാ. ഒരു വീട്ടിൽ നിന്ന് ഒരു രക്തസാക്ഷി മതി. അത് കലക്കി. ഇതിപ്പോ ചവിട്ടാനും മാത്രമൊക്കെ ഉണ്ടോ? ഒരു നിമിഷം കയ്യിൽ നിന്ന് പോയി. കട്ടൻ താല്പര്യമില്ലെങ്കിൽ ദ്രാവകൻ റെഡി. ആ അത് കലക്കും. കഴിക്കൂ. ഇല്ല, ഇതുവരെ ഇല്ല. എന്നാ പിന്നെ ഇനിയാവാം. ഞാനും ഈ പുറത്താക്കിയതിന് ശേഷമാണ് തുടങ്ങിയത്. അത് ഈ ഡിപ്രഷൻ കൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ അടുപ്പക്കാരൊക്കെ പാർട്ടിക്കാരായതുകൊണ്ട് പുറത്താക്കിയപ്പോൾ ഞാൻ ശരിക്കും ഒരു യത്തീംഖാന ബ്രാൻഡ് അനാഥനായി. മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ലാതെ ഈ പാർട്ടി കമ്മിറ്റി മിനിറ്റ്സ് മാത്രം എഴുതി ശീലമുള്ള എന്നെ കൊണ്ടൊരു കോളം എഴുതിക്കാൻ തയ്യാറായി. മറ്റേ തള്ളപ്പത്രമേ. വേണ്ടി വന്ന എഴുത്തച്ഛനാക്കുന്നായിരുന്നു അവരുടെ വാശി. ആ ഈ ബൂർഷ്വാ സെറ്റപ്പ് ഒന്നും എൻ്റെ വകയല്ല, ഇവളുടെ സമ്പാദ്യമാണ്. പ്രായം കൂടി കൂടി വരിക. വിവാഹ വിരോധി. പുരുഷ വിരോധിയല്ല. ഭാഗ്യം. തനിക്കറിയാവോ, പുറത്താക്കിയപ്പോൾ എന്നെ വിളിച്ചത് NSPയിലേക്ക്. പക്ഷേ സ്വന്തം തന്തയെക്കുറിച്ച് അഭിമാനം ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. എത്ര നൈസായിട്ടാ സാറിന്റെ തന്തയ്ക്ക് വിളിച്ചത്. സാർ, ഇത് കുറേയേറെ വഷളാന്ന് അറിയാൻ പാടില്ല. പക്ഷെ കുറച്ച് നാളത്തേക്ക് എല്ലാം ഒന്ന് നോർമൽ ആവണവരെ എനിക്ക് ചവിട്ടി നിൽക്കാൻ ഒരിടം വേണം. അതാണ് NSP. ആ ഹലോ. ആ റെഡിയാണ്. 1-2 ചെറിയ കറക്ഷൻസ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് ഇപ്പോൾ തന്നെ മെയിൽ ചെയ്യാം. വിട്ട മിനിറ്റ്. നാളേക്കുള്ള കോളമാണ്. ആയിക്കരയും രാമനുണ്ണിയൊക്കെയാണ് വിഷയം. കൊല്ലു. രാമനുണ്ണിയുടെ റിക്വസ്റ്റ് ഏറ്റിട്ടുണ്ട്. അതാണ് ഈ കറക്ഷൻസ്. ഓ ഭാഗ്യം. ചോദിച്ചില്ല. പേരല്ലേ? ഹെലന. ആ എന്ത് ചെയ്യണു? ആർക്കിടെക്ട്. പക്ഷേ കെട്ടിടം കെട്ടലല്ല. പിന്നെ അത് കണ്ടോ, ചാനൽ റിയാലിറ്റി ഷോകൾക്കുള്ള ഫ്ലോ ഡിസൈനിങ്, ഹാർഡ് ഡയറക്ഷൻ. എൻ്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് അധികം നിലനിൽപ്പുണ്ടായില്ല. നൈസ്. താങ്ക് യു. സോറി, വെള്ളം വിചാരിച്ച്. രുചിച്ചു പോയില്ലേ? അങ്ങ് ഫിനിഷ് ചെയ്തേക്ക്. വേണ്ട, വെളിവും ബോധമൊക്കെ കുറച്ച് കൂടുതൽ വേണ്ട സമയാ. അതുകൊണ്ട് പല ചാനലുകളായി ആർട്ട് ഡയറക്ടർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ഡയറക്ടർ, അവസാനം ഒരു ഹിന്ദി സിനിമ ആസ് എൻ ആർട്ട് ഡയറക്ടർ. അതോടെ സിനിമയും നിർത്തി. ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങാനുള്ള ഓട്ടത്തിൽ. ഓ യെസ്, എ ഡിഫറെന്റ് അപ്രോച്ച്. ഒരു സംഭവമാണ്. അല്ല, പരസ്പരം അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതൊന്ന് പ്രൊസീഡ് ചെയ്താലോ? ആ തുടങ്ങി. ഒരച്ഛന്റെ രോദനമല്ലേ? ഹലോ, ഇത് എവിടേക്കാ മുങ്ങിയത്? വരുന്നില്ലേ? ആ വേഗം വാ. തൻ്റെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഉദയഭാനു സാറും അമ്പാടി മോഹനും സഹാക്കളും ഒക്കെ ഉണ്ട്. ആ ശരി.